ഹായ് ആൻഡ് വെൽക്കം ടു ജെലൻ PSC. സോ ഇന്ന് നമുക്ക് കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് നോക്കിയാലോ. നമുക്കറിയാം 10th ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെ ഏതൊരു എക്സാമിലും 1-2 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. കേരളത്തിലെ പദവികളും അതിൽ ആരൊക്കെയാണെന്നും അതുപോലെ തന്നെ മന്ത്രിസഭ, നമ്മുടെ മന്ത്രികളും അവരുടെ വകുപ്പുകളും. നമുക്കറിയാം ഡിസംബർ അവസാനത്തോടെ മന്ത്രിസഭയിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പുതിയ മന്ത്രിമാർ വന്നിട്ടുണ്ട്, വകുപ്പുകളും ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അപ്ഡേറ്റഡ് ഉള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ കേരളത്തിലെ പ്രധാന പദവികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ഗവർണർ. കേരള ഗവർണർ ആരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. കേരള ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദേശം എവിടെയാണെന്ന് ഈ കഴിഞ്ഞ എക്സാംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബുലന്ദ് ഷാഹ്, ഉത്തർപ്രദേശിലാണ് അദ്ദേഹം ജനിച്ചത്. നമ്മുടെ ഗവർണർ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം ജനിച്ചത് ഉത്തർപ്രദേശ്. അടുത്താണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി. പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആശിഷ് ജിതേന്ദ്ര ദേശായി. അടുത്ത നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് കേരള ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ. എപ്പോഴും അങ്ങനെ തന്നെ ആസൂത്രണ ബോർഡിന്റെ ചെയർമാനായിട്ട് വരുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയായിരിക്കും. അപ്പോൾ ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാലും ഉത്തരം മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെയാണ്. എന്നാൽ വൈസ് ചെയർമാൻ ആരാണ്? VK രാമചന്ദ്രനാണ് ഇപ്പോഴത്തെ ആസൂത്രണ ബോർഡിന്റെ വൈസ് ചെയർമാൻ. അപ്പം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ചീഫ് ജസ്റ്റിസ് ആരാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, നമ്മുടെ ആസൂത്രണ ബോർഡിന്റെ വൈസ് ചെയർമാൻ ആണ് VK രാമചന്ദ്രൻ. അടുത്തത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ആരാണ് ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ? A. ഷാജഹാൻ. എന്നാൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? അത് സഞ്ജയ് കൗൾ ആണ്. അപ്പം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ A. ഷാജഹാൻ ആണെങ്കിലും ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? സഞ്ജയ് കൗൾ. കേരള പബ്ലിക് സർവീസ് ചെയർമാൻ, അതായത് PSC ചെയർമാൻ ആരാണ്? MR ബൈജു. ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? SM വിജയാനന്ദ്. 6ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആണ് SM വിജയാനന്ദ്. അപ്പം ഇലക്ഷൻ കമ്മീഷണർ A. ഷാജഹാൻ, ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആണ് MR ബൈജു, ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? SM വിജയാനന്ദ്. അടുത്തത് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ. പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് G. ശശിധരനാണ് പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ. അതേപോലെ തന്നെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആണ് KV മനോജ് കുമാർ ആണ് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആണ് BS മാവോജി ആണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ. നമുക്ക് എല്ലാവർക്കും അറിയാം കേരള വനിതാ കമ്മീഷൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. P. സതീദേവിയാണ് വനിതാ കമ്മീഷൻ. അപ്പം സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ജസ്റ്റിസ് G. ശശിധരൻ, സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ KV മനോജ് കുമാർ, സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ BS മാവോജി, വനിതാ കമ്മീഷൻ ആരാണ്? P. സതീദേവി. അടുത്തത് കേരള ലോകായുക്ത ആരാണ്? ഇപ്പോഴത്തെ ലോകായുക്തയാണ് സിറിയക് ജോസഫ് ആണ് കേരളത്തിലെ ലോകായുക്ത. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അത് S. മണികുമാർ. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ S. മണികുമാർ. കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? AN ഷംസീർ ആണ് കേരള നിയമസഭാ സ്പീക്കർ. മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഡോക്ടർ വിശ്വാസ് മേത്തയാണ് വിവരാവകാശ കമ്മീഷണർ, മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇതും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പം ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ്, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ S. മണികുമാർ, നിയമസഭാ സ്പീക്കർ ആരാണ്? AN ഷംസീർ, അതുപോലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വിശ്വാസ് മേത്ത. ഇനി നമുക്ക് നമ്മുടെ മന്ത്രിമാരും വകുപ്പുകളും നോക്കാം. സോ ആദ്യം തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം ഈ അടുത്ത് ചോദിച്ചായിരുന്നു അല്ലേ, ധർമ്മടം നിയമസഭാ മണ്ഡലമാണ് പിണറായി വിജയൻ വിജയിച്ചത്. അപ്പോൾ 15ാമത് കേരള നിയമസഭയിലേക്ക് ധർമ്മടം നിയമസഭ മണ്ഡലത്തിൽ നിന്ന് CPIM പ്രതിനിധിയെ തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ പിണറായി വിജയൻ തുടർച്ചയായി 2 തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുന്നത്. 2 തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം.
അപ്പൊ അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം ഏതാണ്? ധർമ്മടം. അടുത്തത് അദ്ദേഹത്തിന്റെ വകുപ്പുകളാണ് ദുരിതാശ്വാസം, ഫയർ ആൻഡ് റെസ്ക്യൂ സേവനങ്ങൾ, പൊതുഭരണം, ആഭ്യന്തരം, വിവര സാങ്കേതിക വിദ്യ, വിജിലൻസ്, ദുരന്ത നിവാരണം, അതുകൂടാതെ സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ്, വിമാനത്താവളങ്ങൾ, അഖിലേന്ത്യാ സേവനങ്ങൾ, തീരദേശ ഷിപ്പിങ്ങും ഉൾനാടൻ ഗതാഗതവും, തെരഞ്ഞെടുപ്പ്, വിവര പൊതുജന സമ്പർക്ക വകുപ്പ്, അന്തർ സംസ്ഥാന നദീജലം, ഉദ്ഗ്രഥനം, കേരള സംസ്ഥാന ഉൾനാടൻ ഗതാഗത കോർപ്പറേഷൻ, മെട്രോ റെയിൽ, പ്രവാസികാര്യമൊക്കെ അദ്ദേഹത്തിന്റെ വകുപ്പുകളാണ്. ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ്, ആസൂത്രണവും സാമ്പത്തിക കാര്യങ്ങളും, ശാസ്ത്രം, മലിനീകരണ നിയന്ത്രണം, സൈനിക ക്ഷേമം, ജയിൽ, അച്ചടി, സ്റ്റേഷനറി വകുപ്പ്, സാങ്കേതിക വിദ്യ, പരിസ്ഥിതി, ശാസ്ത്ര സ്ഥാപനങ്ങൾ, സംസ്ഥാന ആതിഥ്യം. ഇത്രയും വകുപ്പുകൾ വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയാണ്. അപ്പം ഇതെല്ലാം ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും അറിഞ്ഞിരിക്കുക അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഇതൊക്കെയാണെന്ന്. അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്, ധർമ്മടം. അടുത്തത് ശ്രീ കെ രാജൻ. കെ രാജൻ നിയമസഭാ മണ്ഡലം ഏതാണ്? ഒല്ലൂരാണ്. ഒല്ലൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച മന്ത്രിയാണ് ശ്രീ കെ രാജൻ. അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഏതൊക്കെയാ? ലാൻഡ് റവന്യൂ, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ്, ഭൂപരിഷ്കരണം, ഭവനം. ലാൻഡ് റവന്യൂ, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ്, ഭൂപരിഷ്കരണം, ഭവനം. ഇതൊക്കെയാണ് ശ്രീ കെ രാജന്റെ വകുപ്പുകൾ. അദ്ദേഹം ഒല്ലൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. അടുത്തത് ശ്രീ റോഷി അഗസ്റ്റിൻ. റോഷി അഗസ്റ്റിന്റെ മണ്ഡലം ഏതാണ്? അത് ഇടുക്കിയാണ്. ഇടുക്കി നിയമസഭാ മണ്ഡലമാണ്. അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? ജലസേചനം, ഭൂഗർഭജലം, ജലവിതരണം, ശുചീകരണം, KIIDC, തീരശോഷണം. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ. മെയിനായിട്ട് ഓർക്കേണ്ട ജലവകുപ്പ്, ജലസേചനം, അതുപോലെ ഭൂഗർഭജലം, ജലവിതരണം, ഈ വകുപ്പുകളൊക്കെയാണ് അദ്ദേഹത്തിന്റെ. ലാൻഡ് ആൻഡ് റവന്യൂ ഒക്കെ വരുന്നത് ശ്രീ കെ രാജന്റെയാണ്. രണ്ടുപേരുടെ നിയമസഭാ മണ്ഡലം, കെ രാജന്റെ ഒല്ലൂരും അതുപോലെ റോഷൻ അഗസ്റ്റിന്റെ ഇടുക്കിയാണ്. അടുത്തത് ശ്രീ കെ കൃഷ്ണൻകുട്ടി. അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം ചിറ്റൂരാണ്. വൈദ്യുതി, അനർട്ട് വകുപ്പുകളുടെ മന്ത്രിയാണ് ശ്രീ കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതി, അനർട്ട് വകുപ്പുകളും അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം ചിറ്റൂരാണ്. അടുത്തത് ശ്രീ AK ശശീന്ദ്രൻ. അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം ഏതാണ്? അത് എലത്തൂർ. എലത്തൂർ നിയമസഭാ മണ്ഡലമാണ് ശ്രീ AK ശശീന്ദ്രൻ. അതുപോലെ വനം, വന്യജീവി വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം. വനം, വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ. നിയമസഭാ മണ്ഡലം എലത്തൂർ. അടുത്ത ശ്രീ V അബ്ദുറഹ്മാൻ. അബ്ദുറഹ്മാന്റെ നിയമസഭാ മണ്ഡലം ഏതാണ്? താനൂറാണ്. താനൂർ നിയമസഭാ മണ്ഡലമാണ്. അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഏതൊക്കെയാ? കായികം, ന്യൂനപക്ഷ ക്ഷേമം, വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, തപാൽ ആൻഡ് ടെലിഗ്രാഫ്, റെയിൽവേ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ. അപ്പം കായിക വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീ V അബ്ദുറഹ്മാൻ ആണ്. അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം ഏതാണ്? താനൂർ. അടുത്തത് അഡ്വക്കേറ്റ് GR അനിൽ. GR അനിലിന്റെ നിയമസഭാ മണ്ഡലം നെടുമങ്ങാടും. വകുപ്പുകൾ ഏതൊക്കെയാണ്? ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യ, ലീഗൽ മെട്രോളജി വകുപ്പ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ. ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യ, ലീഗൽ മെട്രോളജി വകുപ്പ്. നിയമസഭാ മണ്ഡലം നെടുമങ്ങാട്. അടുത്തത് ശ്രീ KN ബാലഗോപാൽ. ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ശ്രീ KN ബാലഗോപാൽ. അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം കൊട്ടാരക്കരയാണ്. ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ. നിയമസഭാ മണ്ഡലം കൊട്ടാരക്കര. അടുത്തത് ഡോക്ടർ R ബിന്ദു. R ബിന്ദു ചോദിച്ചിട്ടുള്ളതാണ്. വകുപ്പുകൾ ഏതൊക്കെയാണ്? ഉന്നത വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം. ഉന്നത വിദ്യാഭ്യാസം ഡോക്ടർ R ബിന്ദു. സാമൂഹ്യക്ഷേമവും ഈ രണ്ട് വകുപ്പുകളാണ് R ബിന്ദുവിന്റെ. നിയമസഭാ മണ്ഡലം ഏതാണ്? ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലം. വകുപ്പുകൾ ഉന്നത വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമവും. അടുത്ത ശ്രീമതി ജെ ചിഞ്ചുറാണി. ജെ ചിഞ്ചുറാണിയുടെ മണ്ഡലം ഏതാണ്? ചടയമംഗലം. ചടയമംഗലം മണ്ഡലം. വകുപ്പുകൾ ഏതൊക്കെയാ? മൃഗസംരക്ഷണം, ക്ഷീരവികസനം, പാൽ സഹകരണ സ്ഥാപനങ്ങൾ, മൃഗശാലകൾ, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി. ഈ വകുപ്പുകളൊക്കെ ശ്രീമതി ജെ ചിഞ്ചുറാണിയുടെയാണ്. നിയമസഭാ മണ്ഡലം ഏതാണ്? ചടയമംഗലം. വകുപ്പുകൾ ഏതൊക്കെയാണ്? മൃഗസംരക്ഷണം, ക്ഷീരവികസനം, പാൽ സഹകരണ സ്ഥാപനങ്ങൾ, മൃഗശാലകൾ, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി. ഇതൊക്കെയാണ് വകുപ്പുകൾ. അടുത്തത് ശ്രീ MB രാജേഷ്. MB രാജേഷ്
തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ ഇതെല്ലാം ഉൾപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ഗ്രാമവികസനം, എക്സൈസ്, ടൗൺ പ്ലാനിംഗ്, പ്രാദേശിക വികസന അതോറിറ്റികൾ, കില. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ. ഏതൊക്കെയാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഏതൊക്കെയാ? പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, ഗ്രാമവികസനം, എക്സൈസ്, ടൗൺ പ്ലാനിംഗ്, അതുപോലെ പ്രാദേശിക വികസന അതോറിറ്റികൾ, കില. ഇതാണ് ശ്രീ MB രാജേഷിന്റെ വകുപ്പുകൾ. അടുത്തത് അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്. PA മുഹമ്മദ് റിയാസിന്റെ മണ്ഡലം ഏതാണ്? അത് ബേപ്പൂരാണ്. വകുപ്പുകൾ ഏതൊക്കെയാണ്? ടൂറിസം, പൊതുമരാമത്ത്. ടൂറിസം വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ PA മുഹമ്മദ് റിയാസ്. നിയമസഭാ മണ്ഡലം ബേപ്പൂർ. ടൂറിസം, പൊതുമരാമത്ത് വകുപ്പുകൾ. അടുത്തത് ശ്രീ P പ്രസാദ്. P പ്രസാദിന്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? കൃഷി, മണ്ണ് സർവേ ആൻഡ് മണ്ണ് സംരക്ഷണം. മണ്ണ് സർവേയും മണ്ണ് സംരക്ഷണവും. കേരള കാർഷിക സർവകലാശാല, വെയർഹൌസിംഗ് കോർപ്പറേഷൻ. ഈ വകുപ്പുകളൊക്കെ ശ്രീ P പ്രസാദിന്റെയാണ്. കൃഷി വകുപ്പ് മന്ത്രി. അതുപോലെ തന്നെ ടൂറിസം, പൊതുമരാമത്തും PA മുഹമ്മദ് റിയാസ്. അടുത്തത് ശ്രീ K രാധാകൃഷ്ണൻ. ദേവസ്വം, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമം, പാർലമെന്ററി കാര്യം. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ. ശ്രീ K രാധാകൃഷ്ണൻ. ദേവസ്വം, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമം, പാർലമെന്ററി കാര്യം. ഇതൊക്കെയാണ് വകുപ്പുകൾ വരുന്നത്. അടുത്തത് ശ്രീ V ശിവൻകുട്ടി. ശിവൻകുട്ടി മന്ത്രിയുടെ വകുപ്പ് ഏതാണ്? പൊതു വിദ്യാഭ്യാസം. ഉന്നത വിദ്യാഭ്യാസം ആരുടെയായിരുന്നു? ഉന്നത വിദ്യാഭ്യാസം ശ്രീ R ബിന്ദുവിന്റെ. എന്നാൽ പൊതുവിദ്യാഭ്യാസം ആരുടെയാണ്? V ശിവൻകുട്ടിയുടെ. ഇത് രണ്ടും മാറിപ്പോവല്ലേ. പൊതുവിദ്യാഭ്യാസം ശ്രീ V ശിവൻകുട്ടി. അതുകൂടാണ്ട് തൊഴിൽ, ഈ രണ്ട് വകുപ്പുകളും അദ്ദേഹത്തിൻ്റെയാണ്. അടുത്തത് ശ്രീമതി വീണ ജോർജ്. വീണ ജോർജ് ഏത് വകുപ്പാണ്? നമുക്കറിയാം, ശൈലജ ടീച്ചറിന് വരാൻ വന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് വീണ ജോർജ്. അതും ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ. ആരോഗ്യ വകുപ്പ് കൂടാതെ വനിതാ ശിശു വികസനം, ഈ വകുപ്പും ശ്രീമതി വീണ ജോർജിൻ്റെയാണ്. അടുത്തത് ശ്രീ P രാജീവ്. കളമശ്ശേരി മണ്ഡലം, കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ശ്രീ P രാജീവിന്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? നിയമം, വ്യവസായം, വ്യാവസായിക സഹകരണങ്ങൾ ഉൾപ്പെടെ വ്യവസായം, വാണിജ്യം, ഖനനം, ജിയോളജി, കൈത്തറി, തുണിത്തരങ്ങൾ, ഖാദി, ഗ്രാമവ്യവസായങ്ങൾ, കയർ, കശുവണ്ടി വ്യവസായം, പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ. നിയമം വ്യവസായത്തിലെല്ലാം ഉൾപ്പെടും അല്ലേ? വാണിജ്യം, ഖനനം, ജിയോളജി, കൈത്തറി, തുണിത്തരങ്ങൾ, ഖാദി, ഗ്രാമവ്യവസായങ്ങൾ, കയർ, കശുവണ്ടി വ്യവസായം, പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ. ഇത് നിയമസഭാ മണ്ഡലം കളമശ്ശേരി, ശ്രീ P രാജീവ്. അടുത്തത് ശ്രീ സജി ചെറിയാൻ. അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, ഫിഷറീസ് സർവകലാശാല, സാംസ്കാരികം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തകരുടെ ക്ഷേമനിധി ബോർഡ്, അതുപോലെ തന്നെ യുവജനകാര്യം. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ. ഏതൊക്കെയാണ്? ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, ഫിഷറീസ് സർവകലാശാല, സാംസ്കാരികം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തകരുടെ ക്ഷേമനിധി ബോർഡ്, യുവജനകാര്യം. അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണ്? ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലം. അടുത്തത് ശ്രീ VN വാസവൻ. സഹകരണ വകുപ്പും അതുപോലെ തന്നെ തുറമുഖങ്ങൾ, ഈ രണ്ട് വകുപ്പുകളും അദ്ദേഹത്തിൻ്റെയാണ്. ശ്രീ VN വാസവൻ. പുതിയതായിട്ട് വന്ന രണ്ട് മന്ത്രിമാരായിരുന്നു ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി. അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? രജിസ്ട്രേഷൻ, മ്യൂസിയങ്ങൾ, പുരാവസ്തു, ആർക്കൈവ്സ്. ഏതൊക്കെയാണ്? രജിസ്ട്രേഷൻ, മ്യൂസിയങ്ങൾ, പുരാവസ്തു, ആർക്കൈവ്സ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ. പിന്നെ ശ്രീ KB ഗണേഷ് കുമാർ. അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഏതൊക്കെയാ? റോഡ് ഗതാഗതം, മോട്ടോർ വാഹനങ്ങൾ, ജലഗതാഗതം. ഗതാഗത വകുപ്പ് മന്ത്രിയാണ് ശ്രീ KB ഗണേഷ് കുമാർ. റോഡ് ഗതാഗതം, മോട്ടോർ വാഹനങ്ങൾ, ജലഗതാഗതം. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ. അദ്ദേഹം പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. സോ ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നോക്കിയത്. മന്ത്രിസഭ, മന്ത്രിമാരും വകുപ്പുകളും, അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാന പദവികൾ ആരൊക്കെയാണെന്നും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്